ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ സെയിൻറ് ജോസഫ് പ്രൊവിൻസ് തലശ്ശേരിയിൽ സന്യാസി ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ സിസ്റ്റർ ടെസ്സി മരിയ. ഫ്രാൻസിസ്കൻ ധ്യാനാത്മകത രുചിച്ചറിഞ്ഞ് പ്രപഞ്ചത്തെ സ്നേഹിച്ച് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന സിസ്റ്റർ തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത അരുണാചൽ മിഷനെ പറ്റി സംസാരിക്കുന്നു. ടെസ്സി മരിയ സിസ്റ്റർ, ഈ വർഷം സിസ്റ്ററിന്റെ സന്യാസ സമർപ്പണത്തിന്റെ 50ാം ജൂബിലിയാണ്. അപ്പൊ ഈ കഴിഞ്ഞ പ്രേക്ഷിത ജീവിതത്തെ കുറിച്ച് സിസ്റ്റർ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? കഴിഞ്ഞ 50 വർഷങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മയിൽ വരുന്നത്. അപ്പം ഞങ്ങള് വീട്ടിലെ 2 മക്കളായിരുന്നു. ഞാനും എൻ്റെ മൂത്ത സഹോദരൻ കുഞ്ഞാങ്ങള 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങള് ഒന്നിച്ചിങ്ങനെ ജീവിക്കുന്നെങ്കിലും എനിക്ക് കൂട്ടുപെടാൻ ആരുമില്ലായിരുന്നു. അപ്പൊ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പം പിന്നെ ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും എല്ലാം എനിക്ക് ഒത്തിരി സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു. പലപ്പോഴും പിള്ളേരില്ലാത്തതുകൊണ്ട് ഈ മൃഗങ്ങള്, പക്ഷിയും പട്ടിയും ആടും ഒക്കെ ആയിരുന്നു എൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ വീട്ടിൽ കഴിയുമ്പോൾ എൻ്റെ ദൈവങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുക. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാ തോന്നുന്നത്, എന്നെ കറി വെക്കാൻ ഏൽപ്പിച്ചു. അപ്പൊ ഈ മൺചട്ടിക്കകത്താണ് ഞാൻ തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പെ കൊണ്ടുവച്ചു. കറി വേകട്ടെ എന്ന് ഓർത്ത് കണ്ട വെച്ചിട്ട് ഞാൻ ഒരു സ്പിരിച്വൽ മാസിക എന്തോ എൻ്റെ കൈ കിട്ടി. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് വായിച്ച് ഒരു ധ്യാനാത്മകതയിലേക്ക് ഞാൻ പോയി. കുറെ കഴിഞ്ഞപ്പോഴത്തെ ഈ കറിക്ക് കങ്ങം പിടിച്ച് ചട്ടിക്ക് മുകളിൽ തീ വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം ഓർക്കുന്നത്. അപ്പൊ അതെല്ലാം പോയി ചട്ടി സഹിതം നഷ്ടപ്പെട്ടു. അത് എൻ്റെ ദൈവവിളിയുടെ ഒരു കാരണങ്ങളുടെ ഒന്നായിട്ട് എനിക്ക് തോന്നുക. മറ്റൊന്ന്, ഒരു ദിവസം പിന്നെ ഞാനിങ്ങനെ ഫ്രാൻസിസ് അസിസിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതൊരു ധ്യാനാത്മക സഭയാണെന്ന് കേട്ടു. അപ്പം ഫ്രാൻസിസിന്റെ ധ്യാനാത്മക സഭയാണെങ്കിൽ ആ സഭയോട് എനിക്കൊരു ധ്യാനത്തോടൊരു താല്പര്യം വന്നു, സന്യാസത്തിലേക്ക് വരാൻ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ FCC നമ്മുടെ ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ഭാഗമാണല്ലോ, അതും അവിടെയും ധ്യാനിക്കാൻ അവസരമുണ്ട്, ഒപ്പം പ്രേക്ഷിത ജോലിക്കുള്ള അവസരവുമുണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ സിസ്റ്റേഴ്സ് ആരാണ്ട് എന്നെ സന്യാസത്തിലേക്ക് ക്ഷണിച്ചു. ഞാനപ്പം പറഞ്ഞു എനിക്ക് മിഷന് പോകണം, മിഷണറി ആയിട്ട് ജീവിക്കണം. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സഭയിലുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് തന്നതുകൊണ്ട് ഞാൻ FCCയിൽ വന്നു. FCCയിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ആ ധ്യാനാത്മകതയും പ്രവർത്തിക്കാനുള്ള കൊച്ചു കൊച്ചു മേഖലകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നോർത്തു. അങ്ങനെ ഞാനിവിടെ പിടിച്ചു നിന്നു. പിന്നെ ഒരു വലിയൊരു കാര്യമുള്ളത്, ഞാൻ 8ൽ പഠിക്കുമ്പോഴാണോ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് തനിച്ച് നടക്കാനും ഒന്നും പറ്റാതെ ഒരവസ്ഥയിൽ ഞാൻ കിടപ്പിലായിപ്പോയി 1 വർഷത്തോളം. അപ്പം ഈ ഞാനിങ്ങനെ കിടക്കുമ്പോൾ അയലോകത്തുള്ള ചേച്ചിയും അമ്മച്ചിമാരും ഒക്കെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ കാണാൻ വരും. അവര് പറയുവാണ് എൻ്റെ അമ്മയോട്, എൻ്റെ എടി ഈ കൊച്ച് എഴുന്നേക്കാനേ പോകുന്നില്ല, കുപ്പിന് പോലും ഇതിനെ കൊണ്ട് ഉപകാരം ഒന്നും ഉണ്ടാകുകയില്ല. അതെൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. അപ്പം പിന്നെയുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ചികിത്സയും കൊണ്ടൊക്കെ കർത്താവ് എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ് എനിക്ക് ബോധ്യമായി. അതാണ് എൻ്റെ ദൈവവിളിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അപ്പോൾ അങ്ങനെ എഴുന്നേൽപ്പിച്ചതിൻ്റെ സന്തോഷവും നന്ദിയുമായിട്ടാണ് ഞാൻ മഠത്തിൽ വന്നതും ഇപ്പോഴും ഈ കൊച്ചു കൊച്ചു ശുശ്രൂഷകൾക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നതും. സിസ്റ്റർ അരുണാചൽ മിഷന് പോയതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു? അത് ആരൊക്കെയാ സിസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്നേ? മിഷൻ യാത്ര എന്ന് പറയുമ്പോഴേ ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ FCCക്ക് ഒരു ഡിഡാക്ക എന്ന് പറഞ്ഞൊരു ധ്യാന ടീം ഉണ്ടായിരുന്നു. അപ്പം റിട്ടയർമെന്റിന് ശേഷം അതിനകത്ത് ആയിരുന്നപ്പോൾ അവരുടെ കൂടെ മറ്റു പ്രൊഫസർമാരൊക്കെ ഉണ്ട്. അപ്പം ഈ മിഷൻ ആ ധ്യാന ടീമിന്റെ ഭാഗമായിട്ട് ആന്ധ്രയിലെ പിന്നെ വാറങ്കലില് ഒരു 2 ആഴ്ചയോളം, പിന്നെ അതിൻ്റെ തന്നെ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ 2 ആഴ്ചയോളം, പിന്നെ പഞ്ചാബിലെ ജലന്ധറില്, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്യാനായിട്ട് എനിക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട്. അതുകൂടാതെ
2019 അരുണാചലിലേക്ക് പോകാനായിട്ട് ഉള്ള അവസരം കിട്ടി. ഈ അരുണാചൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കുള്ള ചൈനയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അരുണാചൽ. ഈ അരുണാചലിൽ പോകാൻ ഞങ്ങളുടെ കൂടെ ആ പാടെ എല്ലാവരോടും കൂടി ഒരു 16ഓളം അംഗങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് സാധാരണ കർഷകരുണ്ടായിരുന്നു, യുവജനങ്ങളുണ്ടായിരുന്നു, റിട്ടയർ ചെയ്ത അധ്യാപകരുണ്ടായിരുന്നു, CRP ഉണ്ടായ പട്ടാളം, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അരുണാചലിലേക്ക് പോയി അവിടെ ഒരു 2 ആഴ്ചക്കാലം ശുശ്രൂഷ ചെയ്തു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു യാത്ര. സിസ്റ്റർ, കേരളത്തിൽ നിന്ന് ഒത്തിരി ദൂരെയല്ലേ ഈ അരുണാചൽ പ്രദേശ്? ഒത്തിരി ദീർഘദൂര യാത്രയാണ്. ആ യാത്രയെ കുറിച്ചൊന്ന് ഞങ്ങളോട് പറയാവോ? അരുണാചലിലേക്കുള്ള യാത്ര ഞങ്ങൾ 16 അംഗ സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി 7 മണിക്കൂർ യാത്ര വേണ്ടി വന്നു ഗുഹാവട്ടിയിലെത്താനായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു രാത്രി മുഴുവനും ട്രെയിനിൽ യാത്ര ചെയ്ത് ഇറ്റാനഗറിലെത്തി. ഇറ്റാനഗർ എന്ന് പറയുന്നത് അരുണാചലിന്റെ തലസ്ഥാനമാണ്. ഇറ്റാനഗറിലെത്തി അന്നവിടെ ഞങ്ങൾ വിശ്രമിച്ചു. പിറ്റേ ദിവസം കാലത്തെ ഞങ്ങളുടെ ഗ്രൂപ്പ് 6 മണിക്കൂറോളം യാത്ര ചെയ്തു ഒരു വാഹനത്തിൽ. അത് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയാണ്. 6 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങൾ മെൻജിയോ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. മെൻജിയോയിൽ വന്നവിടെ വിശ്രമിച്ചു. വീണ്ടും പിറ്റേ ദിവസം കാലത്തെ ഞങ്ങൾ അവിടെ നിന്ന് 4 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങൾക്ക് പോകേണ്ട വില്ലേജിൽ എത്തിച്ചേർന്നു. ആ വില്ലേജിൽ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും 3 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഒരു ഉപദേശിയുണ്ട്. ആ ഉപദേശിയുടെ കൂടെയാണ് ഞങ്ങൾ ഈ വീടുകളിലേക്ക് പോകുന്നത്. വീടുകളിലെ വൈദ്യുതി ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കേരളം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേ അവസ്ഥയാണ് അന്നത്തെ അരുണാചലിന്റെ സ്ഥിതി. അപ്പം വീടുകൾ സന്ദർശിക്കണമെങ്കിൽ പല വീടുകളിലും ഒത്തിരി ദൂരെയാണ്, മലഞ്ചെരുവുകളിലാണ് അവരുടെ വീടുകൾ. അപ്പൊ ഈ ഉപദേശി കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. വടിയെല്ലാം കുത്തിപ്പിടിച്ചാ പോകുന്നത്, അല്ലെങ്കിൽ തെറ്റി വീഴും. മുഴുവൻ ചെളി നിറഞ്ഞ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മലയാ, കുത്തനെയുള്ള മല. അങ്ങനെ കയറി ഞങ്ങൾ പോകും. പിന്നെ 3 പേരായിട്ട് തിരിഞ്ഞല്ലോ. ഈ 3 പേരുടെ കൂടെ ഒരു SH സിസ്റ്റർ ഉണ്ട്, ആൽഫിന എന്ന് പറയുന്ന സിസ്റ്റർ ഉണ്ട്. പിന്നെ ഒരു CRP ആയിരുന്ന ചേട്ടനുണ്ട്. അങ്ങനെ പിന്നെ ഞാനും. ഇങ്ങനെ ഞങ്ങൾ വീടുകളിൽ സന്ദർശിക്കും. വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് 2 നേരമേ ഭക്ഷണമുള്ളൂ. പക്ഷെ ഞങ്ങൾ ചെല്ലുന്നതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. വൈകുന്നേരം ചായയും തന്നു. അപ്പം ഉപദേശി പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വീടുകളിൽ താമസിക്കും. വീടുകളിൽ താമസിക്കുന്ന പറയുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓർക്കുന്നു, ഒന്നുമില്ലാത്തത് കൊണ്ട്, കുളിമുറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് 5-6 ദിവസങ്ങളോളം ഞങ്ങൾ കുളിച്ചിട്ടില്ല, വസ്ത്രം മാറിയിട്ടില്ല. നല്ല തണുപ്പല്ലേ. 5 ദിവസങ്ങൾക്ക് 6 ദിവസങ്ങൾക്ക് ശേഷം എങ്ങാണ്ടാണ് കുറെ ദൂരെ എവിടെയോ പോയി ഒരു ബാത്റൂമൊക്കെ ഞങ്ങൾ കണ്ടതും അങ്ങനെ വസ്ത്രം മാറി കുളിച്ചതും ഒക്കെ. അപ്പൊ ഈ വീടുകളിലെ താമസം വളരെ രസകരമാണ്. പിന്നെ നമുക്ക് നല്ല സൗകര്യമുള്ള സ്ഥലം അവർ കിടക്കാൻ തരും. അവരെ എന്നിട്ട് ഉള്ളിൽ ഏതോ ഒരു സൗകര്യമില്ലാത്ത മുറിക്കകത്ത് വീട്ടുകാരെല്ലാം കൂടെ കൂടി കിടക്കും. ആ വീടിന്റെ ഞങ്ങൾ കിടക്കുന്നതിന്റെ അവിടെ 3 തീ അടുപ്പുകളുണ്ട്. അത് രാത്രി നേരെ വെളുക്കുന്നവരെ കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് പുക വരുമല്ലോ. ഈ പുക വരുമ്പോൾ ഇച്ചിരി അസ്വസ്ഥതയുണ്ടായിരുന്നു. ഞാൻ പോയി വെള്ളം ഒഴിച്ച് കെടുത്തിയപ്പോഴത്തേക്ക് വീട്ടുകാരൻ എങ്ങനെയോ പറഞ്ഞിട്ട് അത് വീണ്ടും വിറവച്ച് ഊതി കത്തിച്ചു. പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ തലയുടെ മുകളിൽ ഞാൻ നോക്കുമ്പോൾ തോക്കുണ്ട്, അമ്പും വില്ലുണ്ട്, തെറ്റാലിയുണ്ട്. അപ്പൊ ആദിവാസികളെ ഗോത്രവർഗ്ഗക്കാരല്ലേ, ഏതായാലും ഒന്നും ചെയ്തൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് നേരം വെളുക്കുന്നവരെ കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോൾ ചായ തരും, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഭക്ഷണം, ന്യൂഡിൽസ് പോലെ എന്തെങ്കിലും ഭക്ഷണം ഒക്കെ തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം അടുത്ത വീടുകളിലേക്ക് പോകും. അങ്ങനെ 2 ആഴ്ചയോളം. സിസ്റ്റർ, അവിടുത്തെ ഒരു രസകരമായ അനുഭവത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിവസം പട്ടിയുടെ കൂടെ കിടക്കേണ്ടി വന്ന അങ്ങനത്തെയൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് സിസ്റ്റർ ഒന്ന് പറയാമോ? അത് വളരെ രസകരമാണ്. ഈ ഞങ്ങൾക്ക് അവിടെ കിടക്കാനായിട്ടുള്ള സൗകര്യത്തിന് ഇവര് പാവങ്ങൾ എവിടുന്നൊക്കെയോ ആരോടോ മേടിച്ചു കൊണ്ടുവന്ന കമ്പിളികളും പുതപ്പുകളും കിടക്കയൊക്കെ ആയിരുന്നു. അപ്പം ഈ വീടിന് വാതിലൊന്നുമില്ല, മുള കൊണ്ടുണ്ടാക്കിയ മുകളിലും താഴെയും വശങ്ങളും എല്ലാം മുളയാ. ആ മുള വീട്ടില് പേടിയൊന്നും തോന്നിയില്ല. ഞങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ അവര് പിരിച്ചു തന്ന കിടക്കയിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇപ്പൊ കമ്പിളിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നല്ല ഉറക്കത്തിൽ എന്തോ ദേഹത്ത് തൊടുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയപ്പം 1-2 പട്ടികൾ എന്റെ കമ്പിളി പങ്കിട്ടു. എന്റെ കമ്പിളിപ്പത്തിനകത്ത് എന്നെ കൂടാതെ അവരും കൂടെ കയറി വന്ന് കിടക്കുക. ഈ ചൂട് കിട്ടാൻ വേണ്ടിയാ. അത്രമാത്രം തണുപ്പാ. ഈ പട്ടിയെ എനിക്ക് പണ്ട് ഉള്ളത് കൊണ്ട് അതുങ്ങളെ പാവത്തിനെ ഞാൻ ഏൽപ്പിച്ച് വിട്ടില്ല. അവിടെ കിടന്നോട്ടെ, ഏതായാലും ഇതാണ് അവസ്ഥ.
എന്നാൽ പിന്നെ കിടന്നോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ നേരം വിളിക്കുന്നവരെ പട്ടിയുടെ കൂടെ കിടക്കാനിടയായി. ഈ മിഷൻ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതൊരു ക്രിസ്ത്യൻ ഏരിയ ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ അവിടുത്തെ പ്രാർത്ഥനയും അങ്ങനത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മകളൊന്നുമില്ല. അവര് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാലും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വൈദികർക്ക് ഇങ്ങനെ കടന്നു ചെല്ലുള്ളൂ. പള്ളിയായിട്ടൊന്നുമില്ല, നല്ല മുള കൊണ്ടുണ്ടാക്കിയ ചെറിയ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവർ കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനികളെന്ന് പേരേ ഉള്ളൂ. പലപ്പോഴും സന്ധ്യാപ്രാർത്ഥനയോ ജപമാലയോ ഒന്നും അവർക്കില്ല. നമ്മൾ ചെന്ന് കഴിയുമ്പം ഇങ്ങനെ വീടുകളിൽ കൂടെ ചെന്നു വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് ഇവരെ ഒരുമിച്ച് കൂട്ടും. മുള കൊണ്ടുണ്ടാക്കിയ ആ പോലെയുള്ള അതിനകത്ത് ഇവർ ഒരുമിച്ച് വരും. കുർബാന കൊടുക്കും, കുമ്പസാരം ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ കലാപരിപാടികളുണ്ട്. അവര് ഗോത്രവർഗ്ഗക്കാരല്ലേ, സ്വാഭാവികമായിട്ട് നല്ല ശബ്ദം അവരുടേത്. അവരുടെ സ്വരത്തിൽ അവർ പാടും, ആടും, കളിക്കും, നമ്മളെ അതിനകത്ത് പങ്കെടുപ്പിക്കും. അങ്ങനെ വളരെ രസകരമാണ് അവരുടെ ജീവിത രീതി. അപ്പൊ ഈ വർഷത്തിൽ ഒരിക്കലുള്ള ഈ പരിപാടിയിൽ മാത്രമേ അവർ പങ്കെടുക്കുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അവർക്ക് അവരെ ആരും സഹായിക്കാനൊന്നുമില്ല. അന്ധവിശ്വാസികളാണ്. ഈ വീടുകളിലെ അടുപ്പ് കത്തിക്കുമെന്ന് പറഞ്ഞില്ലേ നേരം വിളിക്കുന്നവരെ, അത് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ചൂട് കിട്ടാൻ, മറ്റൊന്ന് മരിച്ചു പോയവർ രാത്രി വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ. ഇതിന്റെ പുക കാണുമ്പോൾ മരിച്ചവരാരും വരരുത്, അതാണ് അവരുടെ വിശ്വാസം. പൊതുവേ ഒരു ചിന്തയുണ്ട്, നമ്മുടെ മിഷണറിമാര് മിഷൻ പ്രദേശത്തേക്ക് പോകുന്ന മതപരിവർത്തനം നടത്താനാണ്. അതിനെക്കുറിച്ച് സിസ്റ്റർ എന്താ പറയാനുള്ളത്? ആരും മതപരിവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ പോകുന്നുള്ളതായിട്ട് എന്റെ അറിവിലില്ല. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ടീമാണല്ലോ ഇങ്ങനെ പോയത്. അവർക്കോ എനിക്കോ ആരെയും ക്രിസ്ത്യാനിയാക്കണമെന്നോ മതപരിവർത്തനം നടത്തണമെന്നോ ആർക്കും ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷെ അതിനേക്കാൾ വലുത ഒന്നുണ്ട്. ഇപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒന്ന്, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ, ഞാൻ കണ്ടുമുട്ടിയ ഈശോയെ പറ്റാവുന്നിടത്തോളം ആൾക്കാർക്ക് ലോകത്ത് ഈ ഈശോയെ കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് കൊടുക്കണം. അവർ ആ സന്തോഷം അറിയണം, അവരും രക്ഷപ്പെടണം. ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും മതപരിവർത്തനം നടത്താനും ഒന്നുമല്ല. കർത്താവിന് ഈശോയെ കൊടുക്കണം, ഈശോയെ അവരറിയണം. അത് അറിയാത്തത് കൊണ്ടാണ് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം ഓർക്കുക, സ്ഥാനത്തോളെ തിരിച്ച് ഇങ്ങോട്ട് വന്ന യാത്രയിൽ ട്രെയിനിൽ നിന്ന് ഒരു മനുഷ്യൻ വളരെ മുഖത്തെല്ലാം എക്സ്പ്രഷനോടെ, എവിടെ പോയതാ? അരുണാചലോ? അതെന്തിനാ അവിടെ പോയത്? ആരെ കാണാൻ? അപ്പൊ എന്തോ മതപരിവർത്തനത്തിന്റെ ഉദ്ദേശം അതിനാണെന്നുള്ള സംശയത്തോടെ ചോദിക്കാൻ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തക്കാർ അവിടെയുണ്ട്, അത് ബിസിനസ്സുകാരായിട്ടുള്ളവരുണ്ട്, അല്ലാതെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്, അവരെ കാണാനാന്ന് പറഞ്ഞതോടെ ശാന്തമായി. അപ്പൊ ആ ഒരു ഉദ്ദേശം പോലും ഇല്ല കേട്ടോ. ഇങ്ങനെയല്ല, ഈശോയെ എങ്ങനെ അറിയിക്കാം, ഈശോയെ എങ്ങനെ അവർക്ക് അനുഭവവേദ്യമാക്കാം, ഈ ഒരു ചിന്ത മാത്രം പോയ ഗ്രൂപ്പുകാർക്കും എനിക്കും. ഈ സന്യാസ സമൂഹത്തിൽ വന്നിട്ട് മിഷൻ തീഷ്ണതയിൽ ജീവിച്ചതിൽ സിസ്റ്റർ സംതൃപ്തയാണോ? തീർച്ചയായിട്ടും 100% എനിക്ക് സംതൃപ്തമാകാം. ഞാൻ 24 വർഷത്തോളം സ്കൂളിൽ പഠിപ്പിച്ചു. അതിനേക്കാളും അവിടെ ഒന്നും കിട്ടാത്തൊരു സന്തോഷം ഈ പ്രേക്ഷിത യാത്രയിലുണ്ട്. കാരണം ഇത് ശരിക്കും ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു വാക്കിലൂടെയാകാം, ചെറിയൊരു പ്രവൃത്തിയിലൂടെയാകാം, പെരുമാറ്റത്തിലൂടെയാകാം ഒക്കെ. അതുകൊണ്ട് എനിക്കിതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന ശക്തിയും ഊർജവും ഒക്കെയാണ് വാസ്തവത്തിൽ ഇപ്പോഴും എന്നെ മുന്നോട്ട് പോകാൻ കാരണമാകുന്നത്. കാരണമുണ്ട്. എന്റെ ചെറുപ്പത്തിൽ മുഴുവൻ ഞാൻ രോഗിയായിരുന്നു പറഞ്ഞല്ലോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സഹോദരൻ എന്നെ കണ്ടുമുട്ടിയും പറയുക, കുടുംബത്തിലായിരുന്നെങ്കിൽ ഒരു തരി പോലും കാണുകയില്ലായിരുന്നു ഈ ഭൂമിയിൽ. നടത്തിലായതുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നു. സത്യം പറയാമല്ലോ, ഞാൻ ഇത്രയും കാലം ഈ 50 വർഷം മുന്നോട്ട് നീങ്ങിയത് എന്റെ എടുക്കൊണ്ടൊന്നുമല്ല. കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തി. ഈ ജീവിതത്തില് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ഈശോ എന്നെ കൈപിടിച്ച് എഴുന്നേപ്പിച്ച് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ കൈപിടിച്ച് നടത്തിയത് കൊണ്ട് മാത്രമാണ്, ജീവിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈശോ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. സന്യാസത്തെ പുച്ഛിച്ച് പറയുന്ന ഒരു ലോകത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് അവരോട് സിസ്റ്ററിന് പറയാനുള്ളത്? അവരാരും സന്യാസം ജീവിക്കുന്നില്ലല്ലോ. സന്യാസ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ, അത് ആസ്വദിക്കണമെങ്കിൽ സന്യാസത്തിലേക്ക് വരണം. മാറി നിന്ന് നമുക്കറിയത്തില്ലല്ലോ ഇതെങ്ങനെ ജീവിക്കുന്നു. ഇതൊരു ബുദ്ധിക്ക് അതീതമായ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അതീതമാണല്ലോ. ബുദ്ധിക്ക് അതീതമായ പ്രകൃതി ഒരു സ്വാഭാവികമല്ല, അതിസ്വാഭാവികമായ രീതിയിലുള്ള ജീവിതമാണല്ലോ നമ്മുടെ ജീവിതം. അത് നമുക്കല്ലേ അറിയത്തുള്ളൂ, അവർക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ജീവിത രീതി കൊണ്ടും ഒക്കെ വേണം അവരത് മനസ്സിലാക്കാൻ. എല്ലാവരും അതിലേക്ക് വിളിക്കപ്പെടുന്നില്ല. കുറെ പേര് കുടുംബജീവിതത്തിലേക്ക്, കുറെ പേര് സന്യാസത്തിലേക്ക്. സന്യാസം എന്താണെന്ന് അവർക്കാർക്കും അറിയത്തില്ല. അനുഭവിച്ചറിയുന്ന നമ്മൾ സംതൃപ്തരാണെങ്കിൽ പിന്നെ എന്തിനാണ്
അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. സന്യാസത്തിലേക്ക് വന്നു കഴിയുമ്പം അനേകരുടെ അമ്മയാകാൻ നമുക്ക് പറ്റും. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ വീടല്ലേ. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒരു വിവേചനവും ഇല്ല. പാപിയെന്നോ വിശുദ്ധനെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമില്ലല്ലോ. അപ്പം സന്യാസം എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ജീവിത രീതി. ഞാൻ സന്തോഷിക്കുന്നു. ഇനി അനേകർ ഇതിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ, ഈ 50 വർഷത്തെ സന്യാസ ജീവിതത്തെ കുറിച്ചും സിസ്റ്റർ മിഷൻ യാത്രയെ കുറിച്ചൊക്കെ കേട്ടപ്പോ ഞങ്ങളുടെ യുവതലമുറയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ആന്റോളിനെ പോലെ ഇത്രയും ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സന്യാസത്തെ കുറിച്ച് ആകാംക്ഷയുള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ ഇതുപോലെ ഞങ്ങളെ കുറിച്ച് അറിയാനും ഞങ്ങളെ പഴയ കാലത്തുള്ള ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാനും എങ്ങനെ ജീവിച്ചെന്നൊക്കെയുള്ള പിന്നെ ആ ആകാംക്ഷയും ഒക്കെ അങ്ങനെയൊക്കെ അതിലേക്ക് അനേകർ കടന്നു വരട്ടെ, എന്നാലല്ലേ ഞങ്ങൾക്ക് സന്യാസത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. സന്യാസം അതുകൊണ്ട് ഇത്രയും സന്യാസത്തെ കുറിച്ച് ചോദിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇത് അനേകരോട് പങ്കുവെച്ചു കൊടുക്കാൻ ഇനിയും താല്പര്യം മാത്രമേ ഉള്ളൂ.